ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കുറേ കാലമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബട്ടർ ചിക്കൻ ബിരിയാണി. ഒരു ഫ്ലേവർ ബോംബായിട്ടുള്ളൊരു ബിരിയാണിയാണ് ഇത്. അടിപൊളി ടേസ്റ്റാണ്. ബട്ടർ ചിക്കൻ ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തതിന്. ഇപ്പോൾ 1 കിലോ ചിക്കന് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കിലോ അരി എടുക്കുക. അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ചിക്കനേക്കാളും കുറച്ച് കുറവ് അരി എടുക്കുന്നതായിരിക്കും. ഞാനൊരു 3/4 കിലോ അരിക്കാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1 കിലോ ചിക്കനും 3/4 കിലോ അരിയും വെച്ചിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കിയാൽ ഒരു 6-7 ആൾക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇല്ലേ, ആദ്യം തന്നെ ചിക്കന് മാരിനേഷൻ കൊടുക്കാനാണ്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പുളിയില്ലാത്ത തൈരാണ്, കട്ടത്തൈരാണ് എടുത്തിട്ടുള്ള യോഗേർട്ട്. ഇനി ഇതിലേക്ക് വേണ്ട 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ പച്ചമുളക് കുറച്ച് എരിവുള്ള ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പച്ചമുളക് ആഡ് ചെയ്യുക. അത് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നിറയെ ചിക്കൻ മസാല ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇടാട്ടോ, ഇല്ലെങ്കിൽ വേണ്ട, കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. പിന്നെ വേണ്ട കസൂരി മേത്തിയാണ് 1 ടേബിൾ സ്പൂണ്. പിന്നെ വലിയ ഒരു ചെറുനാരങ്ങൻ്റെ പീസ്, കുഞ്ഞ് ചെറുനാരങ്ങയാണെങ്കിൽ 1 മൊത്തം എടുത്തോ, അതും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് മാരിനേഷന് വേണ്ടത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി, അത് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. 1 ടേബിൾ സ്പൂൺ മതിയാവും ഇത്രയും അളവിനാണെങ്കിൽ. എന്നിട്ടില്ലേ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മാരിനേഷൻ മാത്രമല്ല, ചിക്കൻ മസാലൻ്റെ ഒരു ഭാഗവും കൂടിയാണ് കേട്ടോ, നമ്മളെ ബിരിയാണി മസാലൻ്റെ. അപ്പോൾ ഇല്ലേ, ഇത് ഈ ഒരു കളറിലാണ് ഉണ്ടാവുക നോർമലാണെങ്കിൽ. പക്ഷെങ്കിൽ ഒന്നുകൂടി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടും പിന്നെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഗസ്റ്റിനെല്ലാം ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ കുറച്ചും കൂടി ബിരിയാണി കാണാൻ കുറച്ചുകൂടി ലുക്ക് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. കുറച്ചുകൂടി ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നും. ഈ റെസ്റ്റോറൻറ്റ്സിലെല്ലാം ചെയ്യുമ്പോൾ അവർ കളർ ആഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഇപ്പോൾ റെഡ് ഫുഡ് കളറാണ് ഞാൻ ആഡ് ചെയ്തതിന്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ വാങ്ങിയ ചിക്കൻ മാറിപ്പോയിട്ടാ, മൊത്തത്തിൽ തൈ പീസാണ്, മൊത്തം സെയിം പീസാണ്. അപ്പോൾ 1 കിലോ ആണ്. അപ്പോൾ ഏത് പീസായാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് പീസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ, എല്ലില്ലാത്ത ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ എല്ലുള്ളത് വെച്ച് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ വേണ്ടുന്ന പോലെ ഇട്ട് കൊടുക്കണേ. എന്നിട്ടില്ലേ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കുറഞ്ഞത് 1/2 മണിക്കൂർ എന്തായാലും വെക്കണേ. അപ്പോൾ അത് അവിടെ സൈഡിൽ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ ടൈം നോക്കി ചെയ്താൽ മതി, കുറച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. 1/2 മണിക്കൂറെങ്കിലും വെക്കണം. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒരു 5 മീഡിയം സൈസിലുള്ള ഉള്ളി സ്ലൈസ് ചെയ്തിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഉള്ളി നല്ല മൊരിയിച്ചെടുക്കണം. ഫ്രൈഡ് ഓണിയൻസ് ആണ് വേണ്ടത് നമുക്ക്. അപ്പോൾ ഉള്ളി കുറച്ച് ഓയിലിങ്ങനെ മൊരിക്കുന്ന സമയത്ത് ഉള്ളി ഇട്ടപാടെ തന്നെ ഭയങ്കരമായിട്ട് ഇളക്കി കൊടുക്കണ്ട, അങ്ങനെയാണെങ്കിൽ ഉടഞ്ഞു പോവും. കുറച്ച് സമയം അങ്ങനെ തന്നെ വെക്കുക മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ ഇളക്കുക, പിന്നെയും വെക്കുക, പിന്നെ ഇളക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇല്ലേ, അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് മാറ്റീനെ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട്. ഇനിയിലേക്ക് ഒരു 10-15 പീസ് കാഷ്യൂനട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അതും പെട്ടെന്നൊന്ന് വറുത്തെടുക്കണേ. കാര്യം ഉള്ളി ഓൾറെഡി നമ്മൾ വറുത്തതല്ലേ, ഉള്ളി കരിഞ്ഞു പോവറേ. അങ്ങനെ ആകുമ്പോൾ ബിരിയാണിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും. ഇനി പെട്ടെന്ന് അതിൽ നിന്നും ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിനെ, അത് ദം ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് വേഗം തന്നെ കോരിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടുന്നു. ഇതിന് ചൂടാറിയിട്ട് മാത്രമേ ഞാൻ അടിച്ചെടുക്കുകയെ, അത് അരച്ച് പേസ്റ്റ് ആക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ആ സെയിം പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തതിന്. ഈ സമയത്ത് ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യുക, ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യലല്ല, വേവിച്ചെടുക്കുക. ഇത് മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇല്ലേ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കൻ ഇട്ട് അതിലേക്ക് ഈ മൊത്തത്തിൽ മസാലയും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇതേണ്ട ഇതേപോലെ മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്തന്നെ. ഇനി അടച്ച് വെക്കുക മീഡിയം ഫ്ലെയിമിൽ. ചിക്കൻ വെന്ത് വരുന്നവരെ ഒരു 20-25 മിനിറ്റ് മതിയാവും. ഇടയ്ക്ക് ഇതേപോലെ ഒരു 10 മിനിറ്റെല്ലാം ആകുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താലും മതി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ. കുക്കറിലാണെങ്കിൽ ചിക്കൻ്റെ വേവ് പോലെ ഒരു 2 വിസിൽ അല്ലെങ്കിൽ ഒരു 3 വിസിലാക്കി എടുത്താലും മതി. പക്ഷേങ്കിൽ ഇതുപോലെ പാനിൽ ചെയ്യുന്നതാണ് ഒന്നുകൂടി ബെറ്റർ കേട്ടോ.
അപ്പോൾ ഇല്ലേ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് ഇളക്കി വെച്ച് കൊടുത്ത് ഇനിയിപ്പോൾ അതൊരു 10-15 മിനിറ്റും കൂടി വേവാനുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അരി ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ബസ്മതി റൈസ് എടുത്തത്, സെല്ല റൈസ് അല്ല കേട്ടോ. സെല്ലയാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കാം. ഞാൻ 3.5 കപ്പ് അരി എടുത്തിന്. 3.5 കപ്പ് അരി എന്ന് പറയുമ്പോൾ ഏകദേശം 3/4 കിലോ അരിയാണ് വരിക. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതിയാവും. നിങ്ങൾ സെല്ല റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ കുതിർത്ത് വെച്ചാലാണ് നല്ലത്. അത് വേവ് കുറച്ച് കൂടുതലല്ലേ. ഇനിയിപ്പോൾ ഞാൻ അരിക്ക് വേണ്ടുന്ന വെള്ളം വെച്ചിന് ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇത് എടുക്കാൻ. ഉപ്പ് കുറച്ച് അധികം നിങ്ങൾ വെക്കണേ, ഇട്ട് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇല്ലേ ഈ സമയം കൊണ്ട് ഈ ഉള്ളിൻ്റെ ചൂടൊന്ന് ആറിയിട്ടുണ്ടേനു, ഉള്ളിയും കാഷ്യൂനട്ടും. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഈ ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ കുക്കായി കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആദ്യമേ തന്നെ ഒഴിക്കണ്ട. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ടങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഉള്ളിയും ഫ്രൈ ചെയ്തതാണ്, കാഷ്യൂനട്ടും റോസ്റ്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇത് വേണ്ട, ഓയിലെല്ലാം തെളിഞ്ഞ് വരും കേട്ടോ മേലേക്ക് ഈ ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്ക്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയായി. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ്. പിന്നെ ഞാനിതിലോട്ട് തക്കാളി ഇട്ടിട്ടില്ല, കാരണം നമ്മൾ തൈരെടുത്തിന്, പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞിന്. അപ്പോൾ പുളി കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തക്കാളി സ്കിപ്പ് ചെയ്തത്. ഇനി ഇത് ഒന്ന് തിള വരുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇടുക. പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ബിരിയാണീൻ്റെ മസാല റെഡിയായി. ഇനി ഇത് മാറ്റി വെക്കാം. എന്നിട്ടില്ലേ അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ അരിക്ക് വെച്ച വെള്ളം നല്ലോണം തിളച്ച് വന്നതിന്. വെള്ളം കുറച്ച് കൂടുതൽ വെക്കണം, കാരണം ഇത് നമ്മൾ വേവിച്ച് കോരിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കറക്റ്റ് വെള്ളം വെച്ച് വേവിക്കലല്ല, നമ്മൾ വാർത്തെടുക്കുക ചെയ്യുക. അപ്പോൾ ഇല്ലേ തിള വന്നു കഴിഞ്ഞാൽ അരി ഇടുക. എന്നിട്ട് ഇതൊരു 80%, മൊത്തത്തിൽ പെർഫെക്റ്റ് കുക്കാവണ്ട, ഒരു 80% മാത്രം വെന്താൽ മതി. ബാക്കി നമ്മളിത് ദം ചെയ്യുന്ന സമയത്ത് വെന്തോളൂ കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിൽ വേവിച്ചെടുത്താൽ ദം ചെയ്യുമ്പോൾ പിന്നെ ഓവർ കുക്കായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ വേവുന്നതിന് മുന്നേ തന്നെ വാർത്തെടുക്കണേ. എന്നിട്ടില്ലേ നമുക്കിനിയിപ്പോൾ ദം ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഈ മസാലയിൽ ഒരു 3/4 ഭാഗത്തോളം ഞാൻ താഴെ തന്നെ ഇട്ടണേ. എന്നിട്ട് നമ്മൾ അരി വാർത്ത് മാറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. പിന്നെ അരിൻ്റെ വേവ് പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരു 80% മാത്രമേ വേവാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി ദമ്മും കൂടി ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോവും. ഇനിയിപ്പോൾ ഞാൻ ഇതതിൻ്റെ ഇടയ്ക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില എടുത്തിന്, പിന്നെ പച്ചമുളകും ഇങ്ങനെ ഇടയ്ക്കിട്ട് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഫ്രൈഡ് ഓണിയൻസ് ഇടുക. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കസൂരി മേത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അത് സ്കിപ്പ് ചെയ്തതാണ്. പിന്നെ കുറച്ച് മസാലൻ്റെ ഗ്രേവി ഇട്ട് കൊടുത്തതിന്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ റൈസിൽ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതേപോലെ 1-2 ടീസ്പൂണ് ഗീ ഇതിൻ്റെ റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കണേ, അത് സ്കിപ്പ് ചെയ്യറേ. ഇനിയിപ്പോൾ നെക്സ്റ്റ് സെറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ സെയിം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, ടേസ്റ്റിൽ ഒരു കാര്യമില്ല. ഇനി ഇതേപോലെ തന്നെ മല്ലിയില, ഫ്രൈഡ് ഓണിയൻസ്, പിന്നെ പച്ചമുളക് സെൻറ്ററിൽ മാത്രം മതി കേട്ടോ. അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബിരിയാണി കഴിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മന്തിയിലെല്ലാം അതേപോലെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ റൈസിന് പച്ചമുളക് വെച്ചാൽ. ലാസ്റ്റ് ഞാൻ മേലെ കുറച്ച് ചിക്കൻ വെച്ചിന്. ഇത് ഞാൻ വീഡിയോ കാണാൻ രസത്തിന് വേണ്ടി വെച്ചതാണ്. ഈ ചിക്കൻ വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ച് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതൊരു 10 to 15 മിനിറ്റ് നല്ലോണം മൂടി വെച്ചിട്ട് ദം ചെയ്യുക. ഇതേപോലെ ഫോയിൽ പേപ്പർ വെച്ച് ദം ചെയ്യുന്നതാണെങ്കിൽ ഒരു 15 മിനിറ്റ് തന്നെ ധാരാളമായിരിക്കും. ഫോയിൽ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ആവിയെല്ലാം കുറച്ച് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റോളം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചോട്ടോ. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ദമ്മായി വന്നിന്. നല്ല ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക ദം ചെയ്യുന്ന സമയത്ത്, ഇല്ലയെന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ച് പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ഫ്ലേവറുള്ള, നല്ല സ്മെല്ലുള്ള അടിപൊളി ഒരു ബട്ടർ ചിക്കൻ ബിരിയാണിയാണ്. ബട്ടർ ചിക്കൻ ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ സ്പെഷ്യൽ ബിരിയാണീസ് എല്ലാം ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണി അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുക. അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഹൈദരാബാദി ബിരിയാണി എല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിലും ഇതെന്തായാലും ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഇതുവരെ ബട്ടർ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ഇനിയിപ്പോൾ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. എന്താ പറയുക, ഞാനിപ്പോൾ ഉണ്ടാക്കിയൊരു ക്വാണ്ടിറ്റി ഒരു 6 അല്ലെങ്കിൽ ഒരു 7 ആൾക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ
അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സെല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ബൈ.